കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനും മുടി തഴച്ച് വളരാനും പ്രതിരോധശക്തി വർദ്ധിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എള്ളും അവിലും വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മൾക്ക് ഒരുപാട് മാസങ്ങളോളം ഇത് കേടുകൂടാതെ കുപ്പിയിലോ അല്ലെങ്കിൽ നല്ല അടച്ചുറപ്പുള്ള നല്ലൊരു പാത്രത്തിലോ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. കുട്ടികൾക്ക് രാവിലെയും വൈകുന്നേരവും ഇത് ഓരോന്ന് വെച്ച് കൊടുത്താൽ മതി. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്കും ഇതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷവും പിന്നെ വൈകുന്നേരം ഈവനിങ് സ്നാക്സിനും ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി. അത്രയും ഹെൽത്ത് ബെനിഫിറ്റാണ് ഇതിനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മക്കാനയാണ് വറുത്തെടുക്കുന്നത്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, ഓപ്ഷനിലാണ്. ഇതില്ലെങ്കിൽ ഒഴിവാക്കാം. നമ്മുടെ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കടലയാണ് കേട്ടോ. 250 ഗ്രാമാണ് കടല എടുത്തിട്ടുള്ളത്. മക്കാന എടുത്തിട്ടുള്ളത് 100 ഗ്രാമാണ്. അപ്പോൾ കടലയും നന്നായിട്ട് വറുത്തെടുത്തു. ഇനി വറുക്കുന്നത് എള്ളാണ്. എള്ളും 250 ഗ്രാമാണ് ഞാൻ എടുക്കുന്നത്. അത് നന്നായിട്ട് കഴുകി നമ്മളായുള്ള മണ്ണും അഴുക്കും പൊടിയും ഒക്കെ പോക്കണേ. എള്ളിൽ ഒരുപാട് മണ്ണുണ്ടാവും. അപ്പോൾ അത് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അവിലാണ് എടുക്കുന്നത്. അവിൽ ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ഒരു 300 ഗ്രാമൊക്കെയാണ് അവിലെടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ 250 ഗ്രാം തന്നെ മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് ബദാമും അണ്ടിപ്പരിപ്പുമാണ്. അപ്പം ബദാം 100 ഗ്രാമും അണ്ടിപ്പരിപ്പ് 100 ഗ്രാമുമാണ് എടുത്തിട്ടുള്ളത്. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പം ഞാൻ ബാക്കിയുള്ളതൊക്കെ 100 ഗ്രാമും പിന്നെ അവിൽ 300 ഗ്രാം പിന്നെ എള്ള് 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 100 ഗ്രാം പിസ്തയും എടുത്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഉള്ള സാധനം വെച്ചിട്ട് നിങ്ങൾക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അണ്ടിപ്പരിപ്പും ബദാമും ഒരുമിച്ചിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ മിക്സിയിൽ നമുക്ക് അടിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഉള്ളത് പിസ്തയാണ്. പിസ്തയും പിന്നെ ഞാൻ സീഡ് എടുക്കുന്നുണ്ട് കേട്ടോ. മത്തൻ്റെ സീഡും സൺഫ്ലവർ സീഡും എടുക്കുന്നുണ്ട്. അത് വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ. 50 ഗ്രാം വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇതെല്ലാം നമ്മൾ വറുത്തതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അവിലും എള്ളും പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്തു. എള്ള് 2 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. എള്ളിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. യുവത്വം വർദ്ധിപ്പിക്കുന്നു, എല്ലിൻ്റെയും പല്ലിൻ്റെയും ബലം വർദ്ധിപ്പിക്കുന്നു. പിന്നെ ഒരുപാട് കാൽഷ്യമുണ്ട്, മുടി തഴച്ച് വളരും. പിന്നെ നമുക്ക് ക്ഷീണമൊക്കെ വരുന്ന സമയത്ത് ഒരു ചെറിയൊരു എള്ളുണ്ട കഴിച്ചാൽ കുറച്ച് വെള്ളവും കുടിച്ചാൽ തന്നെ അതിൻ്റെ ക്ഷീണമൊക്കെ മാറും. അത്രയ്ക്കും ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് കേട്ടോ എള്ള്. അപ്പോൾ ഞാൻ ഓരോന്ന് പൊടിച്ച ഐറ്റംസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഐറ്റംസ് ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്കിത് തയ്യാറാക്കാം. കർക്കിടക മാസത്തിൽ എന്തായാലും ഇത് എല്ലാവരും കഴിച്ചിരിക്കണം. കാരണം നമുക്കൊരു വർഷത്തേക്കുള്ള എനർജി നമുക്കിതിൽ കൂടെ കിട്ടും. ഈ ഒരു മാസം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഞാൻ എല്ലാ ഐറ്റംസും ഇതിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ ഉപയോഗിക്കുന്നത് കരിപ്പട്ടിയാണ് കേട്ടോ. ശർക്കര ഉപയോഗിക്കേണ്ട. കരിപ്പട്ടി വളരെ ഗുണമുള്ളൊരു സംഭവമാണ്. ഞാൻ എൻ്റെ എന്തുണ്ടാക്കുകയാണെങ്കിൽ എല്ലാ ഐറ്റംസിലും കരിപ്പട്ടിയാണ് ഉപയോഗിക്കാറ്. അത്രയും ഔഷധ ഗുണമുള്ള ഒന്നാണ് കേട്ടോ. നമുക്ക് HP കൂടാനും ഒക്കെ വളർച്ചയൊക്കെയുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഞാനിതിൽ കരിപ്പട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു കരിപ്പട്ടിയുടെ പകുതിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കുറച്ചൊന്ന് കട്ടി കുറച്ചിട്ട് വേണം കരിപ്പട്ടി ഉരുക്കിയെടുക്കാൻ. നമുക്ക് ഇത്രയധികം പൊടിയിൽ ജസ്റ്റ് നന്നായിട്ട് മിക്സാക്കി അത് ഉണ്ടയാക്കി പിടിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ എടുത്തിട്ടാണ് അത് ഉരുക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ മിക്സ് ആക്കിയിട്ടുള്ളതിൽ നന്നായിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. പിന്നെ സ്പൂണ് വെച്ചിട്ട് നമുക്ക് പറ്റണില്ലെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ലഡു പരുവത്തിലൊക്കെ നമുക്കത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള എള്ളും അവിലും വെച്ചിട്ടുള്ള ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടേക്ക് കെയർ. ബൈ.